ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ദേവസ്വം ജീവനക്കാരെ ഉടൻ ചോദ്യം ചെയ്തേക്കും. മുരാരി ബാബുവിനെയും സുനിൽകുമാറിനെയും ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2021 ശേഷമുള്ള സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കും. പോറ്റിയെ ബംഗളൂരുവിലെത്തിച്ച് തെളിവെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ഇന്നും സാധ്യത. ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കണ്ണൂരും കാസർഗോഡും ഒഴികെ 10 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഇടുക്കിയിൽ തീവ്ര മഴയ്ക്ക് നേരിയ ശമനം. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് കുറഞ്ഞു. 13 ഷട്ടറുകളിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് തുടരുന്നു. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. 4 സ്പിൽവേ ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതം ഉയർത്തി. ബീഹാറിൽ ആദ്യഘട്ട മത്സര ചിത്രം ഇന്ന് തെളിയും. പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. ആദ്യഘട്ടം വിധിയെഴുതുന്നത് 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങൾ. ദീപാവലി നിറവിൽ രാജ്യം. ദീപങ്ങൾ തെളിയിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും ആഘോഷം. ആശംസ നേർന്ന് പ്രധാനമന്ത്രി. രാജ്യ തലസ്ഥാനത്ത് വായു മലിനീകരണം അപകടകരമായ നിലയിൽ. വായു ഗുണനിലവാര സൂചിക ചിലയിടങ്ങളിൽ 400-ന് മുകളിൽ. അക്ഷർധാമിൽ 426-ഉം ആനന്ദ് വിഹാറിൽ 416-ഉം രേഖപ്പെടുത്തി. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങില്ലെന്ന് ആവർത്തിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ ആഴ്ച 3ാമത്തെ തവണയാണ് ട്രംപ് ഇക്കാര്യം ആവർത്തിക്കുന്നത്. ഇന്ത്യ ഈ വിവരം നിഷേധിച്ചല്ലോ എന്ന ചോദ്യത്തിന് അങ്ങനെയാണെങ്കിൽ അവർ ഉയർന്ന തീരുവ തുടർന്നും നൽകേണ്ടി വരുമെന്നും ട്രംപ്.